ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും അധികം നോക്കിക്കണ്ടിരുന്ന അല്ലെങ്കിൽ ഇയാളുടെ സിനിമ ഇറങ്ങി എന്നാൽ കണ്ടേക്കാം അങ്ങനെ തോന്നിപ്പിച്ചിരുന്ന സംവിധായകരാരൊക്കെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളത്തിലുള്ള കുറേ സംവിധായകർ ഇപ്പോൾ കെ ജി ജോർജ് സാറിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അടൂർ സാറിൻ്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. ജോൺ അബ്രഹാമിൻ്റെ, അരവിന്ദൻ്റെ, ഐ വി ശശിയുടെ, സത്യൻ അന്തിക്കാടിൻ്റെ, സിബി മലയിലിൻ്റെ, അങ്ങനെയുള്ള വേണു നാഗവള്ളിയുടെ അവരൊക്കെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടത്. നമ്മളിങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ റെട്രോസ്പെക്റ്റീവ് കാണുന്ന ആളാണ്. പത്മരാജൻ സാറിൻ്റെ, ഭരതൻ സാറിൻ്റെ ഒക്കെ പടങ്ങൾ ഇരുന്നിട്ട് കാണുന്നത് എല്ലാം പാക്കേജായിരുന്ന് കാണുന്നത്, ഒരുമിച്ചിരുന്ന് കാണുക. ഒരു ഡയറക്ടറെ പഠിക്കാൻ വേണ്ടി ഇരുന്ന് കാണുക ചെയ്യുന്നത്. ആ ഫിൽമോഗ്രഫി മുഴുവനായിട്ടിരുന്ന് കാണുക. അങ്ങനെ ഇരുന്ന് കാണുക ചെയ്യുന്നത്, അങ്ങനെ ഫോളോ ചെയ്തിട്ട്. അത് ചിലപ്പോൾ ഒരു ഡയറക്ടർ ഫോളോ ചെയ്താൽ ഞാൻ ആ ഡയറക്ടറിൻ്റെ ആയിരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ പത്മനാഭൻ സാറിൻ്റെ സീസൺ റീമേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനതിൽ അഭിനയിക്കാം, അമൽനീരത്ത് റീമേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനതിൽ അഭിനയിക്കാം എന്ന് ഫഹദ് ഫാസിൽ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിനകത്ത്. അപ്പം സീസൺ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് തിയേറ്ററിൽ ഇരുന്ന് സീസൺ കാണുമ്പോൾ തോന്നിയ ഒരു അനുഭവം എന്തായിരുന്നു? തിയേറ്ററിൽ നിന്ന് ഞാൻ ഇപ്പോൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയോ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുകയോ ഓർമ്മയില്ല കറക്റ്റായിട്ട്. പക്ഷേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് തിയേറ്ററിൽ നിന്ന് അത് കണ്ട സമയത്ത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ആക്ഷൻ സിനിമ, അടിപ്പടം എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന വേറൊരു സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെയാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷനും എല്ലാത്തിനും ഒരു കാരണങ്ങളും കഥാപാത്രങ്ങളൊക്കെ കുറെ കൂടെ ജീവനുള്ളതും കുറെ കൂടെ ഡെപ്ത് ഉള്ളതുമായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. സിനിമ വർക്കല്ലായിരുന്നു, തിയേറ്ററിൽ കമേഴ്ഷ്യലി വർക്കല്ല, ഫ്ലോപ്പായിരുന്നു പടം. ഫ്ലോപ്പാണോ ആവറേജ് ആണോ എന്നറിയില്ല, എന്തായാലും വലിയ ഹിറ്റല്ല. ഈ പത്മനാഭൻ എന്നുള്ള എഴുത്തുകാരനെ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൊരു വേറിട്ട പരിതസ്ഥിതി ഉണ്ടല്ലോ ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ട്, അതിനൊരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അതിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? പത്മനാഭൻ സാർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ റൈറ്ററാണ് മലയാളത്തിൽ ഉണ്ടായിരുന്നതിൽ. കാരണം അത് അതിൻ്റെ മുമ്പ് ഇപ്പോൾ മാരാരുടെ ഇതുണ്ടല്ലോ, പ്രതിപാത്രം ഭാഷണഭേദം എന്ന് പറഞ്ഞിട്ട് കുട്ടികൃഷ്ണ മാരാരുടെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഒരു കഥാപാത്രത്തിന് പ്രതിപാത്രം ഭാഷണഭേദം, അതായത് ഓരോ കഥാപാത്രവും ഓരോ രീതിയിൽ സംസാരിക്കണം, ഓരോ രീതിയിൽ അതിന് ഡിക്ഷൻ ഉണ്ടാവണം ഒരു കഥാപാത്രത്തിന്. അക്കാര്യം മലയാള സിനിമയിൽ ആദ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് പത്മനാഭൻ സാറാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രതിപാത്രം ഭാഷണഭേദം. എം ടിയുടെ ഒക്കെ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും ഒരേപോലെ സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ പല സ്ഥിരക്കഥകളിലും ഒരേ ഡയലോഗുകൾ പോലും ഞാനൊരു മുഴം കയറ് ചിലവാക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ ചില ഫ്രേസുകളൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ കാണാം. അങ്ങനെ പത്മനാഭൻ സാറിൻ്റെ കയ്യിൽ കാണാൻ പറ്റില്ല. അതായിരുന്നു പത്മനാഭൻ സാറിനോട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ വ്യത്യാസവും അട്രാക്ഷനും ഒക്കെ. അതിപ്പോൾ നമ്മുടെ ഒരിടത്തൊരു ഫയൽമാനിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് ആ ഒരു ഓണാട്ടുകരയിലുള്ള പോലെ വേറൊരു ഭാഷയിലാണ്, അതായത് ഒരു സിനിമാ ഭാഷയിലല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയിലാണ് ഓരോ ക്യാരക്ടറിനും അതിൻ്റെ ഡിക്ഷൻ എന്ന് പറയുന്ന സാധനം. അത് പത്മനാഭൻ സാറിൻ്റെ സിനിമകളിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഈവൻ തോപ്പിൽ ബാസിയുടെ സ്ക്രിപ്റ്റുകളിലോ അല്ലെങ്കിൽ എം ടി വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റുകളിലോ ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. അതാദ്യം കാണുന്നത് പത്മനാഭൻ സാറിൻ്റെ ഇതിലാണ്. ഈവൻ അടൂർ സാറിൻ്റെ സ്ക്രിപ്റ്റുകളിൽ പോലും ഈ പറയുന്ന പ്രതിപാത്രം ഭാഷണഭേദം എന്ന് പറയുന്ന കാര്യത്തിന് ഇത്ര മനോഹരമായിട്ട് അത് ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ് അടൂർ സാറ്. എന്നാൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ആ ഡയലോഗിൻ്റെ അകത്തൊക്കെ ഒരു എഴുത്തുകാരൻ എഴുതിയതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം ഈ കഥാപാത്രത്തിൻ്റെ ഡയലോഗും മറ്റേ കഥാപാത്രത്തിൻ്റെ ഡയലോഗും ഒരു എഴുത്തുകാരനാണ് എഴുതിയത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യം, അതിന് വലിയൊരു പരിധി വരെ പത്മനാഭൻ സാറിന് കുറവായിരുന്നു. അത് വളരെ ഏറ്റവും ബ്രില്യൻ്റ് ആയ ഒരു പത്മരാജൻ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് 1 എന്നുള്ള രീതിയിൽ ഏതാ തിരഞ്ഞെടുക്കുക? അങ്ങനെയൊന്നും എനിക്ക് ഇന്നലെ ക്ലൈമാക്സ് ആളുകളെ ചിന്തിപ്പിച്ചു അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെ ആ വിധത്തിൽ ഒരു ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. ഇതിപ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പോൾ കള്ളം പവിത്രൻ എനിക്ക് ഭയങ്കര വർക്കായ സിനിമയാണ്. എനിക്ക് ഒരിടത്തൊരു ഫയൽമാൻ ഭയങ്കര വർക്കായ സിനിമയാണ്. പെരുവഴി അമ്പലത്തിലെ ലാസ്റ്റ് ഷോട്ടിൽ നിന്ന് കിരീടം തുടങ്ങുന്ന പോലെ തോന്നും നമുക്ക്, അല്ലേ? അയാളങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് ഒരു ഗുണ്ടയാക്കപ്പെട്ടിട്ട് കിരീടത്തിൻ്റെ ഒരു ചിന്ത തുടങ്ങുന്ന പോലെ അവിടുത്തെ ഒരു റൗഡീനെ അടിച്ച്, പ്രഭാകരൻ പിള്ള എന്ന് പറയുന്ന റൗഡിയെ അടിച്ച് അശക്തനായ ഒരു രാമൻ എന്ന് പറയുന്ന ഒരാൾ നമുക്കൊരു ഭയങ്കരമായ ഇത് തോന്നും. അതിൻ്റെ ലാസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ വില്ലനോട് ആരാധന തോന്നുകയാണ്. അയാളാണ് വലിയ ആൾ, അയാൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ തനിപ്പെടുത്തുറികളും ഭയങ്കര ഊളകളുമാണെന്നാണ് ആ കഥാപാത്രം തിരിച്ചറിയുന്നത്, വാണിയം കുഞ്ചുവിൻ്റെ മകൻ രാമൻ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് പത്മനാഭൻ സാറിൻ്റെ. ഈ ഇപ്പോൾ മലയാളത്തിലെ കാലത്തെ മികച്ച എഴുത്തുകാരിൽ ചിലരെ പറ്റി ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു സഹ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലോഹിദാസ് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലെ പ്രത്യേകത എനിക്ക് പലപ്പോഴും മനസ്സിലാക്കിയത് ഈ വേദനയുടെ ആഴമാണ്. വളരെ വേദന അല്ലെങ്കിൽ നിസ്സഹായരായിട്ടുള്ള കഥാപാത്രങ്ങൾ അവർ നമുക്കുണ്ടാക്കുന്നൊരു വേദന
ഇപ്പോൾ അതിൽ സേതു ഉണ്ട്, അല്ലെങ്കിൽ കന്മതത്തിലെ കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും വേദന അടിസ്ഥാനമായിട്ടുണ്ട്. എന്താ ആ ഒരു എഴുത്തുകാരനിൽ രഞ്ജൻ പ്രമോദ് എന്നുള്ള എഴുത്തുകാരൻ കാണുന്ന ഒരു പ്രത്യേകത? ഞാനുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് പേഴ്സണലി. ലോഹിയേട്ടൻ. ഞങ്ങൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലാണ് പുള്ളി സ്ഥിരമായിട്ട് എഴുതാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ രണ്ടാം ഭാവം മീശമാധവം എന്നൊക്കെ പറഞ്ഞ സിനിമേൻ്റെ കാലത്തൊക്കെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ട് എഴുതുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ചേട്ടനെ പോലെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ഉപദേശിക്കുകയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയുകയും ചെയ്യുകയും പുള്ളി എങ്ങനെയാണ് അത് ചെയ്യുന്നതിനെ പറ്റി ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ലോഹിയേട്ടൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളരെ ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. നല്ല ക്രാഫ്റ്റുള്ള റൈറ്റർ ആണെങ്കിലും എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട്. വെച്ചാൽ അങ്ങനത്തെ സിനിമകൾ വേണ്ട എന്ന് തോന്നുന്ന രീതിയിലുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ കാരുണ്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ധനം എന്ന് പറയുന്ന സിനിമ, അങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ പാക്കേജുള്ള തനിയാവർത്തനം, ഇൻക്ലൂഡിങ് തനിയാവർത്തനം, കിരീടം, ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള എന്താ വെച്ചാൽ നമുക്കൊരു സിനിമ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമുക്ക് താങ്ങാൻ പറ്റില്ല, നമുക്ക് അത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ തരുന്നത്. അപ്പോൾ അത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കലയിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ലോഹിയേട്ടൻ്റെ ആംഗിൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയുമ്പോഴാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. കണ്ണീരിലൂടെയാണ് ഒരു ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നത്, ഒരു മനുഷ്യൻ നന്നാക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ കരയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ജീവിതത്തിൽ കരയാൻ പറ്റണം. കരയാൻ പറ്റില്ല എല്ലാവർക്കും. നമുക്ക് ജീവിതത്തിൽ കരയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ സ്ക്രീനിൽ വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് കരയുന്നത് നല്ല കാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം വളരെ ബോധപൂർവ്വം തീർച്ചയായിട്ടും പറഞ്ഞതാണ്. ഞാൻ ഭൂതക്കണ്ണാടി പുള്ളി ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഭൂതക്കണ്ണാടിയിൽ ഒരു നായിക വേണമെന്ന് പറഞ്ഞിട്ട് തിരയാൻ വേണ്ടിയിട്ട് പുള്ളി ചെന്നൈയിൽ കുറേ മോഡൽസ് ഉണ്ടോ എന്നൊക്കെ നോക്കി വന്നപ്പോൾ ഞാനും RD രാജശേഖറുണ്ട് ക്യാമറമാൻ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ മോഡലിനെ തിരയാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ കൂടെ അങ്ങനെ പോയത്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിയായിട്ട് കുറേ ഇങ്ങനെ സംസാരിച്ചത്. അത് ഭൂതക്കണ്ണാടി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. ഭൂതക്കണ്ണാടിക്ക് വേണ്ടിയുള്ള കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പുള്ളി വന്ന സമയത്താണ് അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ പിന്നീട് ഞാൻ മീശമാധവനും രണ്ടാം ഭാവമൊക്കെ ആയിട്ട് എഴുതാൻ വേണ്ടി വന്ന സമയത്ത് ഒറ്റപ്പാലത്ത് വെച്ച് വീണ്ടും കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്ത് ഞാൻ വളരെ അടുപ്പമുള്ള ആളാണ്. ഈ KG ജോർജിൻ്റെ സിനിമകൾ, അതിൽ ഇപ്പോൾ യവനിക, പഞ്ചവടിപ്പാലം, ഈ രണ്ട് സിനിമകളുടെ വിശേഷാൽ സംസാരിക്കാമെന്ന് വിചാരിക്കണം. ഇത് രണ്ടിലും ഒരെണ്ണം സെറ്റയറും ഒരെണ്ണം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയുമാണ്. ഈ രണ്ട് സിനിമകളും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ എന്താ അനുഭവപ്പെട്ടിട്ടുള്ളത്? നല്ല സിനിമകളാണ്. അതിന് എതിരഭിപ്രായങ്ങളെന്ന് പറയുന്ന ഒരു കാര്യമേ എനിക്ക് ആ സിനിമേൻ്റെ അകത്തില്ല. പഞ്ചവടിപ്പാലം എന്നുള്ള സിനിമേൻ്റെ അകത്തുള്ള നോമൻ പേര് കൊടുക്കുന്നുണ്ടല്ലോ, എന്നൊക്കെ ദുശാസനം പിള്ള എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഭഗീരഥൻ പിള്ള എന്നൊക്കെ ത്രിവിക്രമൻ എന്നൊക്കെ പേരാലോചിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അതിൻ്റെ അകത്ത് സത്യത്തിലുണ്ട്. അല്ല, എനിക്ക് അറിയാമായിരുന്നു അതിൽ നിന്നാണ് അത് വന്നതെന്ന്. അത് വെച്ചാൽ ഞാൻ തടുത്തില്ല, അതിൽ നിന്ന് എടുത്തതല്ല. അന്ന് വന്നപ്പോൾ ഇത് ഇങ്ങനെ പഞ്ചവടിപ്പാലത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയില്ല എന്ന് മാത്രം. അല്ലാതെ ആ പഞ്ചവടിപ്പാലം പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെടുത്തല്ല. പഞ്ചവടിപ്പാലം എൻ്റെ ഒരു റെഫറൻസേ അല്ല മീശമാധവന്. ഈ യവനിയുടെ ക്ലൈമാക്സ് പോലൊരു ക്ലൈമാക്സ്, അതായത് ഇപ്പോൾ ഒരു ചില്ലിൻ കഷ്ണം, ഒരു വലിയ യവനികയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഉള്ളൊരു കാര്യം, അതിനെപ്പറ്റി പറയാനുള്ള കാര്യം വെച്ചാൽ ഒരു സസ്പെൻസ് സിനിമയാണല്ലോ ഇത്. ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ സാധാരണ സസ്പെൻസ്. പിന്നെ നമുക്ക് അതേ അറിയാലോ. പിന്നെ അതിൽ സാധാരണ സസ്പെൻസ് സിനിമകളിലൊന്നും കാണാനുണ്ടാവില്ല ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ. കാരണം അതിൻ്റെ സസ്പെൻസ് പോയില്ലേ. അയ്യപ്പൻ എവിടെ പോയി, മരിച്ചോ, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാനാണ് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനൊരു 5-8 തവണ കണ്ടിട്ടുണ്ട് ആ സിനിമ. എനിക്ക് ആ 8 തവണ കണ്ടപ്പോൾ എനിക്ക് ആ സിനിമയിൽ പുതുതായിട്ട് കാണാൻ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കത് ബോറടിച്ചിട്ടുമില്ല. സസ്പെൻസിൻ്റെ മുകളിലല്ല ആ സിനിമ ത്രൈവ് ചെയ്യുന്നത്. പകരം ആ സസ്പെൻസിനേക്കാൾ അപ്പുറത്ത് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യപ്പൻ്റെത് മാത്രമല്ല, മറ്റ് കഥാപാത്രങ്ങളെയും ക്യാരക്ടറൈസേഷൻ, ക്രൈമിൻ്റെ സൈക്കോളജി, ആ ക്രൈം എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങൾ ഭയങ്കര ഡീപ്പറായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലെയേഴ്സ് ഉണ്ട്. അപ്പം അത് ജോർജ് സാറിൻ്റെ എല്ലാ പടങ്ങളിലും നമുക്ക് കാണാം. അത് അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ലെയർ ഉണ്ട്. പാതാമൻ്റെ വാരിയൽ എടുത്താലും ശരി, ഇരകൾ എടുത്താലും ശരി, എല്ലാത്തിനും ഒരു ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സൈക്കോളജിക്കൽ ലെയർ ഉണ്ട്.